ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ സെർമാറ്റിൽ നിന്നും സെൻറ്റ് മോറീസിലേക്കുള്ള യാത്രയിൽ സെർമാറ്റ് തുടങ്ങി ഒബറാൾ പാസ് വരെയുള്ള ഏരിയയിലെ കാഴ്ചകളാണ് ഇന്നത്തെ പാർട്ട് 2 ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. അടുത്ത വീഡിയോയ്ക്കകത്ത് ഈ ഒബറാൾ പാസ് തുടങ്ങി സെൻറ്റ് മോറീസ് വരെയുള്ള വീഡിയോകളും കാണിക്കുന്നു. ബെനീസ് വ്ലോഗ്സിൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഒബറാൾ പാസ് ചെല്ലുമ്പോഴത്തേനും നന്നായിട്ട് മഞ്ഞ് വീഴ്ചയായി. അത് നമ്മൾ ആദ്യമേ സെർമാറ്റ് പൊങ്ങിയ സ്ഥലമാണ്, അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി, അപ്പം മഞ്ഞ് പോയി. പിന്നെ ഒബറാൾ പാസ് കഴിയുമ്പോൾ പിന്നെ ഏറ്റവും പൊങ്ങിയ സ്ഥലമാണ്, അവിടെ വരുമ്പോഴത്തേനും വീണ്ടും മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നു. ഇതാണ് നമ്മൾ പോകുന്ന റൂട്ടാണ്, സെർമാറ്റ് തുടങ്ങി സെൻറ്റ് മോറീസ് വരെയും. നമുക്ക് ഇതിൻ്റെ ആ ഒരു ഹൈറ്റ് ആസ്പെക്റ്റോടെ നമ്മൾ നോക്കാം. ഹൈറ്റ് കൂടുന്തോറും തണുപ്പും മഞ്ഞും മൂടിക്കിടക്കുന്നു. ഇതാണ് അതിൻ്റെ ഹൈറ്റ്. സെർമാറ്റിൽ നമ്മൾ 1804 മീറ്ററാണ്. അപ്പോൾ അവിടെ നല്ല തണുപ്പായിരുന്നു. ഇനി അവിടെ താഴോട്ട് ഇറങ്ങുന്തോറും മലയുടെ മുകളിലെല്ലാം ഐസ് മാറി പച്ചപ്പും മരങ്ങളൊക്കെ തളർത്തും ഒക്കെ നിൽക്കുന്നു. പിന്നെ പുല്ലൊക്കെ നന്നായിട്ട് പച്ചപ്പായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇതിനകത്ത് നമ്മൾ കാണിക്കുന്ന അപ് ടു ഒബർല പാസ് വരെ 2033 വരെ നമ്മൾ ഓൾമോസ്റ്റ് ആൻഡർമാറ്റ് ചെയ്യുന്നപ്പോൾ തുടങ്ങി നമുക്ക് അവിടെ മഞ്ഞ് പെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അവിടെ ആൻഡർമാറ്റ് തുടങ്ങി ഒബറാൾ പാസ് വരെയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ അവിടുത്തെ നമ്മൾ സെർമാറ്റ് സ്റ്റേഷനിലെ ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ സെർമാറ്റ് പിന്നെ മുകളിൽ കവറിങ് ഇല്ലാത്ത സ്ഥലത്ത് വെളിയിലേക്ക് ഇറങ്ങി എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്. നമ്മുടെ വണ്ടി ഗ്ലേഷ്യർ എക്സ്പ്രസ് അവിടെ നിന്ന് കിടപ്പുണ്ട്. നമ്മളിതിപ്പോൾ നമ്മൾ രണ്ട് സൈഡിലെയും മുകളിലൊക്കെ മലകളിലെല്ലാം മുഴുവൻ മഞ്ഞ് കിടപ്പുണ്ട്. മരം കൊച്ചുന്ന തണുപ്പാണ്. നമ്മൾ സെർമാറ്റ് ഒരു ഹിൽ സ്റ്റേഷനാണ്. മാറ്റർഹോൺ പർവ്വതം ഇവിടെയാണ്. മലകളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നു. രാവിലെ മഴ പെയ്തതിൻ്റെ അവശേഷിപ്പുകൾ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ റൂട്ടിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് പോകുന്നതും. നമ്മൾ മലയുടെ മുകളിലെല്ലാം ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. രാവിലെ നല്ല മരം കൊച്ചുന്ന തണുപ്പാണ്. എല്ലാം മുകളിലെല്ലാം ഇവിടെ എല്ലാം നമ്മൾ നിൽക്കുന്നതിൻ്റെ മുകളിലുള്ള ഈ വീടുകളുടെ മുകളിൽ പോലും മഞ്ഞുണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിന്. ഇതിന് മൂന്ന് ടൈപ്പ് കമ്പാർട്ട്മെൻറ്റാണ്. സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, എക്സലൻസ് ക്ലാസ്. ഇതാണ് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇരിപ്പിടങ്ങളുടെ ഒരു ക്രമീകരണം. രണ്ട് സൈഡിലും ഈ 2 സീറ്റ് വെച്ച് രണ്ട് പേര് വെച്ച് മുഖാമുഖം. അപ്പം 4 പേരാണ് ഒരു പർട്ടിക്കുലർ ഏരിയയിലിരിക്കുന്നത്. 2 പേര് ഇങ്ങോട്ടും 2 പേര് അങ്ങോട്ടും. അതുപോലെ 2 സൈഡിലും. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 2 പേര് ഇങ്ങോട്ടും 2 പേര് അങ്ങോട്ടുമായിട്ട് ഞങ്ങളിങ്ങനെ ഒരു സൈഡിൽ ഇവിടെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇതാണ്. 2 പേര് ഒരു സൈഡിൽ 2 പേര് അങ്ങോട്ടും 2 പേര് ഇങ്ങോട്ടും, മറ്റേ സൈഡിൽ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും. നമ്മൾ കപ്പിൾസിനൊക്കെ ആയിട്ട് യാത്ര പോകുമ്പോഴത്തേനും നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഈ ഇതെടുക്കുന്ന റൈറ്റ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള സീറ്റ് എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു അപരിചിതരുടെ കൂടെ ഇരുന്ന് നമ്മളിതൊക്കെ കാണും. 8 മണിക്കൂർ യാത്രയാണ്. നമ്മളത് കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇത് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഇത് കുറച്ചുകൂടെ നമുക്ക് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിന് അപ്പം ഓൾമോസ്റ്റ് ഒരു 15,700 രൂപയാവും അതിന്. നമ്മൾ അതേസമയം ഇത് വേറൊരു ക്ലാസ് ഉണ്ട്. ഇതാണ് എക്സലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് 51,700 രൂപയാവും ഇവിടെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ 2 സൈഡിലും ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഇവിടുത്തെ സീറ്റിംഗ് അതുപോലെ നല്ലതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫുഡ് 5 കോഴ്സ് ലഞ്ചുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മദ്യവും വൈനും ഒക്കെ ഇതിനകത്ത് ഫ്രീ ആണ്. നമ്മളിപ്പം ഇത്ര 51,000 രൂപ കൊടുത്താലും നമുക്ക് എല്ലാം ഫ്രീ ആണ് ഇവിടെ. അതുപോലെ തന്നെ നമ്പർ ഓഫ് സീറ്റ്സ് കുറവാണ്, സ്പേഷ്യസ് ആണ്, വളരെ കൂടുതൽ വലിപ്പമുള്ള ജാലകങ്ങളാണ് ഇവിടെയുള്ള. ഇതാണ് ഞങ്ങൾ ഇരുന്ന സ്ഥലം. ഞങ്ങൾ ഒരു ബോഗിയുടെ ഏറ്റവും ലാസ്റ്റ് സ്ഥലത്തായിരുന്നു. ഞങ്ങളുടെ സെക്കൻഡ് ക്ലാസ്സിലാണ്.
ഇതാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഞങ്ങൾ ബോഗി തുടങ്ങുന്ന ഭാഗത്തായിരുന്നു ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിരുന്നത്, റിസർവേഷൻ കിട്ടിയിരുന്നത്. ഇതങ്ങോട്ടാണ്. ബാക്കി ഞങ്ങളുടെ ഈ കമ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ഇവിടെ നിന്ന് ഈ സ്റ്റേഷനിൽ കയറിയില്ല. ഇവിടുന്ന് പോകുമ്പോഴുള്ള സ്റ്റേഷനിൽ നിന്നാണ് ബുക്കിങ്, ബാക്കിയുള്ള സീറ്റുകളിലൊക്കെ ബുക്കിംഗ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ സീറ്റിങ്. പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഫുഡൊക്കെ എല്ലാം കാശ്, വണ്ടിയിൽ ഇതെല്ലാം ഉണ്ട്, ഫുഡും ബിവറേജസ് എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കണം. ബട്ട് അതിന് പകരം നമ്മൾ ലോ കോസ്റ്റ് ഇത് വേണമെങ്കിൽ ഈ കൂപ്പെന്നും പറഞ്ഞ് പിന്നെ ഈ സ്റ്റോഴ്സ് നമുക്ക് മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ വെളിയിലും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ അവിടെ കയറുക. ഇവിടുത്തെ പിന്നെ ഇങ്ങനെയുള്ള സ്റ്റോറുകളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, മദ്യം, ഫുഡ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മദ്യത്തിൻ്റെ ഒരു ഇതാണ് ഈ കാണുന്നത്. ഷിവാസ്, ബ്ലാക്ക് ലേബല്, ഗ്ലെൻഫിഡിച്ച് ഒക്കെ ആണ് ഈ കാണുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ എത്രയും നമുക്ക് പൈസ ലാഭിക്കാവുന്ന ഇവിടെ പിന്നെ ഹിറ്റ് എന്നും പറഞ്ഞൊരു, അത് ചില ഐറ്റംസിന് മാത്രമേ കാണുള്ളൂ. ഇപ്പം ബാലൻറ്റൈൻ എന്ന് പറയുന്ന വിസ്കിക്ക് ഹിറ്റുണ്ട്. ഹിറ്റിൽ നമുക്ക് 15.95. അപ്പോൾ നമുക്കൊരു 1500 രൂപയേ ആവത്തുള്ളൂ. അതിൻ്റെ യഥാർത്ഥ വില 27.95 27.95. അപ്പോൾ ഒരു 2700 രൂപ അല്ലെങ്കിൽ 2600 രൂപയ്ക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഇത് പിന്നെ ജാക്ക് ഡാനിയൽസ്, ഇതിൻ്റെ 23.95 ഇതിൻ്റെ ഹിറ്റ് വില. അതിൻ്റെ ഇരട്ടിയോളം വരും യഥാർത്ഥ വില വരുമ്പോഴത്തേനും. അപ്പം വേണ്ടവർക്കൊക്കെ ഇത് ഇങ്ങനെയുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് നമുക്ക് യാത്രയ്ക്ക്. അതുപോലെ തന്നെ വെള്ളവും ബാക്കി കാര്യങ്ങളൊക്കെ, വെള്ളം, ഫുഡ്, ബാക്കിയെല്ലാം വാങ്ങിച്ച് കരുതും. ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് തന്നെ കഴിക്കാൻ തീരുമാനിച്ചു. രാവിലത്തെ ഫുഡ് ഇവിടുന്ന് വാങ്ങിച്ചിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ നല്ല ചൂട് പോകില്ലാത്ത ഫ്ലാസ്കും കരുതി അതിനുള്ള കപ്പുകളും ഫ്ലാസ്ക് ഞങ്ങളുടെ യാത്രയിലുണ്ട്. ഇപ്പം അതുപോലെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും ചൂടുവെള്ളം കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ, ഞങ്ങൾ പിന്നെ കസിന് അവിടുന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്ന് പറഞ്ഞിരുന്നു വരുമ്പോഴത്തേനും നമ്മൾ പിന്നെ ഈ നെസ്ലയുടെ 3-in-1 വാങ്ങിച്ചുകൊണ്ട് വരണം. നെസ്ലയുടെ 3-in-1 ആണെങ്കിൽ അത് നമുക്ക് 20 25 ഒക്കെ പാക്കറ്റ്സ് ആയിട്ട് നമുക്കൊരു ഇത് കിട്ടും. അത് ജസ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് അത് ഇട്ടാൽ നല്ല നെസ്കേഫയുടെ കോഫി കിട്ടും. 3-in-1 എന്ന് പറഞ്ഞാൽ നമുക്ക് പാല്, പഞ്ചസാര, അതുപോലെ തന്നെ കാപ്പിപ്പൊടി, ഇത് മൂന്നോട് ചേർന്നതാണ്. നല്ല പൊടി രൂപത്തിലാണ്. നമ്മൾ പൊട്ടിച്ച് അതിനകത്തേക്ക് ഇടുക, ചൂടുവെള്ളത്തിലേക്ക് ഇടുക, ഇളക്കി കുടിക്കുക, അത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ ഫ്ലാസ്ക്, നല്ല ഫ്ലാസ്ക് ആണെന്നുണ്ടെങ്കിൽ, ചൂടുവെള്ളം കരുതുകയാണെങ്കിൽ, നമ്മുടെ ഈ കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് വെറും ഒരു ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ മറൈൻ ഡ്രൈവിൽ നിന്ന് തന്നെ, കൊച്ചിയിലുള്ള അവിടെയുള്ളൊരു ഷോപ്പിൽ നിന്നാണ്. അവിടുത്തെ ഇമ്പോർട്ടഡ് ഐറ്റംസ് ഉള്ള റാക്കിൽ ഈ സാധനം ഉണ്ടായിരുന്നു. ബാക്കി നമ്മുടെ ലോക്കൽ ഇവിടെ കുരളിങ്ങാട് കോട്ടയത്തൊന്നും കിട്ടിയില്ല. വില ഏതാണ്ട് ഒരു 20 എണ്ണത്തിന്, നല്ല കട്ടിയുള്ള ഇതാണെങ്കിൽ 20 എണ്ണത്തിന് നമ്മൾ 1100 രൂപ ആവും. സമയം ശകലോടെ ലൈറ്റായിട്ടുള്ള മതിയെങ്കിൽ 25 എണ്ണത്തിന് സെയിം വിലയ്ക്ക് തന്നെ കിട്ടും. അങ്ങനെ ഇതിൻ്റെ തന്നെ പല ടൈപ്പും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ അതുകൊണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മളൊരു 500 രൂപ ഒരു കാപ്പിക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആകുന്ന സ്ഥാനത്ത് നമുക്ക് ഇതുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു 50 രൂപ അല്ലെങ്കിൽ 55 രൂപ അല്ലെങ്കിൽ 60 രൂപ മുടക്കായാൽ നമുക്ക് നല്ലൊരു കാപ്പി അവിടെ കുടിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഇപ്പം നമ്മൾ സർമാറ്റ് നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ മലകളിൽ ഇപ്പം മഞ്ഞുണ്ട്, അതിൻ്റെ താഴ്വാരങ്ങളിൽ വീടുകളുണ്ട്, പുല്ലൊക്കെ ഇവിടെയൊക്കെ അങ്ങ് പച്ചപ്പായി വരുന്നേ ഉള്ളൂ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ഹൈറ്റ് കൂടുന്തോറും നമ്മൾ തണുപ്പ് കൂടുതലായിരിക്കും, അപ്പം മഞ്ഞ് വീഴ്ചയും കൂടുതലുണ്ടാവും. അപ്പം നമ്മൾ താഴ്ഭാഗങ്ങളിൽ വേനൽ വരുന്ന പോലെ ആ സെയിം ടൈമിൽ തന്നെ ഇവിടെ മാറത്തില്ല. അത് ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഒരു 2 വീക്സ് ഒക്കെ കൊണ്ട് 2 വീക്സ് 3 വീക്സ് കൊണ്ട് ഇവിടുത്തെ മാറി വരത്തുള്ളൂ. അപ്പം കുറച്ചുകൂടെ താഴ്ന്ന പ്രദേശത്താണെങ്കിൽ പച്ചപ്പും പിന്നെ ചെടികളും മരങ്ങളും എല്ലാം ചില ഭാഗങ്ങളിൽ പൂത്തിട്ടുണ്ട്, ചില ഭാഗങ്ങളിൽ തളുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മഞ്ഞ് മാറിയ അതിൻ്റെ മരവിച്ചതിൽ നിന്ന് ചില സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഓരോ ഈ ഹൈറ്റിനനുസരിച്ച് മഞ്ഞ് വീഴ്ചയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ വെള്ളം ഒഴുകി വരുന്ന ചാല് പോലുള്ളിടത്തൊക്കെ ഐസാണ് കിടക്കുന്നത്. ഈ മഞ്ഞുകട്ടയാണ് കിടക്കുന്നത്, വൈറ്റ് കളർ ഐസാണ്. അതെല്ലാം ഉരുകി അതിലൂടെ ഇറങ്ങി ഈ തോട് വഴി ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഞങ്ങൾ ഈ യാത്ര നടത്തിയത് 2023 ഏപ്രിൽ 13-ാം തീയതിയാണ്. 12-ാം തീയതി രാവിലെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചു. 12-ാം തീയതി തന്നെ വൈകിട്ട് ഒരു 11:15 ആയപ്പോഴത്തേനും
ഞങ്ങൾ ബേണിൽ കസിൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. മസ്കറ്റ് വഴിയാണ് ഞങ്ങൾ പോയത്. മസ്കറ്റ് ഒരു 2 മണിക്കൂർ നമുക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി സൂറിച്ചിലേക്കുള്ള ഫ്ലൈറ്റിന് വീണ്ടും അവിടെ നിന്ന് പോയി. അങ്ങനെ സൂറിച്ചിലിറങ്ങി അവിടെ അപ്പം ഞാനും അങ്കിളും കൊച്ചിയിൽ നിന്ന് പോയി. അന്ന് രാവിലെ തന്നെ ദുബായിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സാബു എത്തിയിരുന്നു. അപ്പം സാബുവും കസിനോടെയാണ് എയർപോർട്ടിൽ വന്നത്. ഞങ്ങൾ തിരിച്ച് കസിൻ്റെ വീട്ടിൽ എത്തിയപ്പോഴത്തേനും വൈകിട്ടൊരു 11 കാലമായി. കസിന് 2 ദിവസം ലീവ് എടുത്താൽ ഞങ്ങളന്ന് ഒരു ബുധനാഴ്ചയാണ്. വ്യാഴവും വെള്ളി ലീവ് എടുത്താൽ ശനിയും ഞായറും കൂടെ ഓൾറെഡി അവധി ആയതുകൊണ്ട് 4 ദിവസം ഞങ്ങളുടെ കൂടെ കിട്ടും. അപ്പം ഞങ്ങൾക്കൊരു 4 ദിവസം പിന്നെ കസിനോടെ ഇവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഞങ്ങൾക്ക് പോകാനും എളുപ്പമാവും. അതുകൊണ്ട് ആദ്യത്തെ 4 ദിവസം കസിൻ ഞങ്ങളുടെ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് 11 അവിടെ എത്തിയത്. പക്ഷേ ഈ സ്ഥലം സെർമാറ്റിലേക്ക് പോകണമെങ്കിൽ പിന്നെ ഈ കസിൻ താമസിക്കുന്നിടത്തു നിന്ന് ബേണിയിൽ നിന്ന് നമുക്ക് 2.25 മണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിനെ വൈകിട്ട് 11 അവിടെ എത്തിയെങ്കിലും ഞങ്ങൾ പക്ഷേ വെളുപ്പിനെ 4:30 തന്നെ കസിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഇറങ്ങി. അപ്പം എന്നിട്ടാണ് ഞങ്ങൾ ഈ സെർമാറ്റിൽ കറക്റ്റ് സമയത്ത് എത്തിയത്. ഇപ്പം ആ മലകളുടെ മുകളിലൊക്കെയുള്ള മഞ്ഞുകളൊക്കെ മാറി തുടങ്ങി. നമ്മളിപ്പം താഴോട്ട് ഇറങ്ങുകയാണ്. സെർമാറ്റിൽ നിന്നുള്ള ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ വരുവാണ്. താഴോട്ട് ബ്രിഗ് എന്നുള്ള ആ സ്ഥലങ്ങളിലേക്ക് വരുവാണ്. ഇവിടെയൊക്കെ ഇപ്പം ഐസൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ സൈഡിൽ ഈ റെയിൽവേയുടെ സൈഡ് വഴി തോടൊഴുകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഇവിടെയെല്ലാം മിക്കവാറും വെള്ളമൊക്കെ വറ്റി കിടക്കുകയാണ്. മുകളിൽ മലകളിൽ മഞ്ഞുണ്ടെങ്കിൽ അത് ഉരുകുമ്പം ഈ തോടുകളിലൊക്കെ നല്ല വെള്ളമൊഴുക്ക് കാണും. ഈ ഭാഗത്തൊക്കെ വെള്ളം വളരെ കുറവാണ് തോടുകളിൽ. നമ്മൾക്ക് ഈ ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ്സിനും സെക്കൻഡ് ക്ലാസ്സിന് റിസർവേഷൻ 4700 രൂപയും എക്സലൻറ്റ് ക്ലാസ്സിന് റിസർവേഷൻ 45,000 രൂപയുമാണ്. എന്നാൽ ടിക്കറ്റ് ചാർജ് ഞങ്ങൾ സ്വിസ് പാസ് 15 ദിവസത്തെ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസം 2,000 രൂപയെ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 7,700 2,000 രൂപയേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ ട്രാവലിന് വേണ്ടി വരുള്ളൂ. ബാക്കി ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളേ ഉള്ളൂ കൂടുതൽ വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം പോകുന്നവർക്കാണെങ്കിൽ സ്വിസ് പാസ് 2 പാസ് സ്വിസ് പാസ് കൊണ്ടും യാത്ര ചെയ്യാം ഇതിൽ. അതുപോലെ തന്നെ യൂറോ റെയിൽ പാസ് കൊണ്ട് യാത്ര ചെയ്യാം. യൂറോ റെയിൽ പാസ് എടുക്കുന്നതായിരിക്കും ഇപ്പം പോകുന്നവർക്ക് സൗകര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോയുടെ കൺവേർഷൻ റേറ്റ് ഫ്രാങ്കിൻ്റെ കൺവേർഷൻ റേറ്റിനെ കഴിഞ്ഞും കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും കുറച്ചുകൂടെ കോസ്റ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം ദിവസം പിന്നെ സ്വിറ്റ്സർലൻഡ് വഴി യാത്ര ചെയ്യുന്നില്ലാത്തവർക്ക് ഇപ്പോൾ ഒരു 2-3 ദിവസത്തേന് യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ യൂറോ റെയിൽ പാസ് എടുത്താൽ മതി. ഇതുപോലെയുള്ള ട്രെയിനിൽ കയറിയിരുന്നാൽ പിന്നെ വേറെ യാത്രയില്ല. അതേസമയം നമ്മൾ ഉള്ളിലൂടെ നമ്മൾ ട്രാമിൽ പോകണം അല്ലെങ്കിൽ ബോട്ടിൽ പോകണം. അതൊക്കെ പോകണമെങ്കിൽ ഈ യൂറോ റെയിൽ പാസ് പറ്റത്തില്ല. ട്രെയിനിൽ പറ്റും. നമ്മൾ അതേസമയം സ്വിസ് പാസ് എടുത്താൽ ട്രെയിനിലും പറ്റും, ട്രാമിലും പറ്റും, ബോട്ടിലും പറ്റും, എല്ലാ ഇതിനകത്തും പറ്റും. ഉള്ളി ഈ പിന്നെ മലകളിലൊക്കെ കയറാനുള്ള ട്രാം കാറുകളിലും അങ്ങനെയുള്ള കയറുന്ന അതിനൊക്കെ അഡീഷണലുള്ള കാശാണ്. ഈ സ്വിസ് പാസിനും യൂറോ റെയിൽ പാസിനും ഒക്കെ അറൗണ്ട് 40% നമുക്ക് റിഡക്ഷനുണ്ട്. അപ്പോൾ അതായത് ഈ സമയത്ത് ഇപ്പം ഞങ്ങൾ പോയ സമയത്ത് പിന്നെ ഫ്രാങ്കിനും യൂറോയ്ക്കും ഓൾമോസ്റ്റ് ഒരേ കൺവേർഷൻ റേറ്റ് ആയിരുന്നു. ഇപ്പം ഫ്രാങ്കിന് റേറ്റ് 1-2 രൂപ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പിന്നെ വരുന്നവർക്കാണെങ്കിൽ പിന്നെ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്നവർക്കാണെങ്കിൽ യൂറോ പാസിൻ്റെ ഏറ്റവും കുറഞ്ഞ് കിട്ടുന്ന 3 ദിവസത്താണെന്ന് തോന്നിയിട്ട് 3-4 ഏറ്റവും കുറഞ്ഞ് കിട്ടുന്നത്. അത് നോക്കിയിട്ട് അത് എടുത്തിട്ട് വരുവാണെങ്കിൽ ഇവിടെ 3 ദിവസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 ദിവസം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ട്രെയിനിലുള്ള ടിക്കറ്റിന് അത് ഉപയോഗിക്കാം. പിന്നെ ഈ റിസർവേഷൻ മാത്രം അഡീഷണൽ എടുത്താൽ മതി. ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു യൂറോ റെയിൽ പാസിൻ്റെയും സ്വിസ് പാസിൻ്റെയും വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഷെങ്കൻ വിസയുടെ എടുക്കാനുള്ള ഡീറ്റെയിൽസൂടെ വേറൊരു വീഡിയോ അങ്ങനെ
2-3 വീഡിയോ ആയിട്ട് അത് സിസ് പാസ് ഒന്ന്, യൂറോ റെയിൽ പാസ് വേറൊന്ന്, പിന്നെ ഷെങ്കൻ വിസയുടെ ഒന്ന്, അങ്ങനെ 3 വീഡിയോ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേന് ഇപ്പം നല്ല വെള്ളമൊഴുക്കായി, തോട്ടിലൊക്കെ ഒരുമാതിരി നല്ലതായിട്ട് വെള്ളവും ഒഴുക്കുമുണ്ട്. സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലഞ്ചെരുവുകളാണ്. മലഞ്ചെരുവുകളിൽ റോഡും കാണും, തോടും കാണും, റെയിലും കാണും. ഇത് 3 കൂടെ, ഒന്നിലെ തോടാണ്, തോടിൻ്റെ സൈഡിൽ റോഡ്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് റെയിൽ, അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഒരു സൈഡിൽ റോഡ്, അതിൻ്റെ ഇപ്പുറേ തോട്. അത് കുറവാണ്, മിക്കവാറും ഒരേ സൈഡിൽ തന്നെയാണ് തോട്, റോഡ്, റെയിൽ, അല്ലെങ്കിൽ തോട്, റെയില്, റോഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും പോകുന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും നമ്മുടെ ഇവിടെ ഇതേപോലെയൊക്കെ മണൽ വാരുന്നുണ്ട്. നമ്മുടെ ഇവിടെ മണൽ വാരൽ നിരോധനമാണിപ്പം. പക്ഷെ ഇപ്പോൾ ഇവിടെ മണലൊക്കെ വാരി എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ വാരി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ മെഷീൻസൊക്കെ കാണാം. ഇതിൽ നിന്നൊക്കെ എന്തോ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്തൊക്കെ ക്രഷറിലൊക്കെ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള കൺവെയറുകളൊക്കെ പോലെ എന്തൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പം നമ്മുടെ തോടങ്ങേ സൈഡിൽ, അതിൻ്റെ ഇപ്പറേ റോഡാണ്. ഇതിപ്പം ഈ തോടിൻ്റെ അങ്ങേ സൈഡിൽ വന്ന റോഡ്, നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ്. ഇവിടുന്ന് മലമുകളിൽ ഐസില്ല, എല്ലാം ഉരുകി ഓൾറെഡി പോയി. കുറച്ചുകൂടി താഴെ പ്രദേശമാണ്. ഇവിടെയൊക്കെ ഈ മലകളെ തുരന്ന് നമ്മുടെ തുരങ്കം മാതിരി റോഡ് അങ്ങനെയാണ് പോകുന്നത്. ഇവിടെയൊക്കെ ആ ടെക്നോളജി ഇവരാണ് നേരത്തെ തന്നെ അഡോപ്റ്റ് ചെയ്തിരുന്നത്. നമ്മൾക്ക് വളരെ ലേറ്റായിട്ട് ഇപ്പോഴാണ് തുരങ്കമൊക്കെ ഉണ്ടാക്കുന്നത്. പാലക്കാട് അവിടെ ഒരു തുരങ്കം നമ്മൾ ഈയിടെ ഇനാഗുറേറ്റ് ചെയ്തല്ലോ. ഇവിടെ നേരത്തെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ പോകുന്ന തുരങ്കമുണ്ട്, നീളം കൂടിയ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും തോട് കുറച്ചുകൂടി സ്ട്രോങ് ആയി, വെള്ളമൊക്കെ കൂടുതലുണ്ട്. ഇവിടെ റോഡ് ക്രോസ് ചെയ്തിട്ട് മല തുരന്ന് പോകുന്നുണ്ട്. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. മറ്റ് ട്രെയിനുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് സ്റ്റോപ്പില്ല. വേറെ ഹൈ സ്പീഡ് ട്രെയിൻ നമ്മുടെ ഇടതുവശത്ത് വഴി പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഗുഡ്സ് ട്രെയിനിൻ്റെ ബോഗികളൊക്കെ കിടപ്പുണ്ട്. ടാങ്കേഴ്സ്. നമ്മൾ ആ ഭാഗമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നു. ഇവിടെയൊക്കെ കുറച്ചുകൂടെ മരങ്ങളൊക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. മലഞ്ചെരുവിൽ നിറയെ വീടുകളുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രൂവ്ഡ് വീടുണ്ടാക്കുന്നതിനുള്ള ഒരു പ്ലാനുണ്ട്. ആ രീതിയിൽ മാത്രമേ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിലൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല.
ഇവിടെയൊക്കെ മരങ്ങൾ ഇലപൊഴിച്ചാണ് നിൽക്കുന്നത്. ചെറിയ റോഡിൻ്റെ ചെറിയ പാലങ്ങളും ഇവിടെ കുറച്ചുകൂടെ പച്ചപ്പായിട്ടുണ്ട്. പുല്ലുകളൊക്കെ നന്നായിട്ട് വളർന്നു തുടങ്ങി. ഒരു ചെറിയ ടൗൺഷിപ്പ് പോലെ നിന്നൊരു പള്ളി അവിടെ കാണുന്നുണ്ട്. ഇങ്ങോട്ട് വരുംതോറും മലയുടെ മുകളിലൊക്കെ നമ്മുടെ മഞ്ഞ് കാണുന്നുണ്ട്. നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറുന്ന ഇവിടെയെല്ലാം കുറച്ചുകൂടെ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളും അവിടെല്ലാം ഇത് ഗോതമ്പ് വെച്ചിരിക്കുന്നതാണോ അതെയോ പുൽമേടുകളാണോ എന്ന് അറിയില്ല ഉണ്ട്. അതുപോലെ തന്നെ വീടുകളും എല്ലാം ഉണ്ട്. ഇതൊരു ടെമ്പററി വീടാണെന്ന് തോന്നുന്നു. അതെല്ലാം കൂടെ കുശുത്ത്, ഈ തടികളെല്ലാം കുശുത്ത് എല്ലാം ഒടിഞ്ഞ് പറഞ്ഞു കിടപ്പുണ്ട്. വീടായിരുന്നോ ടെമ്പററി ഷെഡും എല്ലാം ആയിരുന്നോ എന്നറിയില്ല. ഇതെല്ലാം അടുത്തടുത്ത് വീടുകളുണ്ട്. അടുത്തൊരു ചെറിയ സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിവിടെ വന്നപ്പോഴത്തേനും മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മലമുകളിലൊക്കെ മഞ്ഞ് പെയ്തു. ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാം, സ്ക്രീൻ നോക്കുമ്പോൾ കാണാം ഒന്നൊറ്റയൊക്കെ തുള്ളികൾ, മഞ്ഞുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ട്. മഞ്ഞ് പെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മളിനി വീണ്ടും മുകളിലോട്ടുള്ള ഒബ്രാൾ പാസ് എന്നുള്ള 2000 മീറ്ററിലേക്കുള്ള ഇതിലാണ്. മുകളിലെല്ലാം മഞ്ഞ് പെയ്തിട്ടുണ്ട്. ഇവിടെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു. ചെറുതായിട്ടുള്ള രീതിയിലാണ് പെയ്യുന്നത്. മഞ്ഞ് പെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ വർഷം ഏതായാലും ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് മഞ്ഞ് പെയ്യുന്നതും ഇതിനെ കഴിഞ്ഞും രസകരമായിട്ടുള്ളതായിരിക്കും സെൻറ്റ് മോറിസിൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പം തന്നെ നമ്മുടെ പകുതിയിൽ തന്നെ മഞ്ഞ് പെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് അല്ലാതെ മഞ്ഞില്ലാത്ത സ്ഥലവും മഞ്ഞുള്ള സ്ഥലവും ഇതെല്ലാം നമുക്ക് ഈ ഒരു യാത്രയിൽ തന്നെ കാണാൻ പറ്റി. ചിലപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ ട്രെയിൻ യാത്ര ചെയ്താലും നമുക്ക് ഈ മഞ്ഞ് വീഴ്ച കാണണമെന്നില്ല. അതൊരു വലിയ കാര്യമായി. അപ്പോൾ നമുക്ക് ഈ മഞ്ഞിൻ്റെ ഇതെല്ലാം കാണാൻ പറ്റില്ല. ഇവിടെ കുറച്ചുകൂടെ നന്നായിട്ട് വീണിട്ടുണ്ട്. കൂടുതൽ ഞങ്ങളിന്ന് യാത്ര ചെയ്ത കൂടുതൽ ഏരിയകളിൽ 0 to 5 ആണ് ടെമ്പറേച്ചർ. നമ്മൾ ട്രെയിനകത്ത് കുഴപ്പമില്ല, ഹീറ്റിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് ട്രെയിനകത്ത് സുഖകരമായിട്ടിരിക്കാൻ പറ്റും. ഇവിടെയൊക്കെ മഞ്ഞ് പെയ്ത് ഓൾമോസ്റ്റ് എല്ലായിടവും വെള്ളപൂശി പോലെ ആയിരിക്കുകയാണ്.
ഇതെല്ലാം ഇങ്ങോട്ടൊക്കെ കുറച്ചുകൂടെ മഞ്ഞ് വീണിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലായിടവും നിറയായിട്ടുണ്ട്. പുല്ലിലും മരങ്ങളിലും എല്ലായിടത്തും മഞ്ഞ് വീണേക്കുവാണ്. റെയിൽവേ ട്രാക്കിൽ പോലും മഞ്ഞ് വീണ് കിടപ്പുണ്ട്. ഇവിടെ എല്ലാം വീടിന് മുകളിൽ പോലും മഞ്ഞ് വീണ് കിടക്കുവാണ്. ഇതുപോലൊരു യാത്ര ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ ചെയ്യണമെന്നുള്ളതായിരുന്നു നേരത്തെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. ഇപ്പം ഇവിടെ ഈ മഞ്ഞിലൂടെയൊക്കെ ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എന്തിനാ വേറെ ഇനിയൊരു ഈ അവിടെ കാണുന്ന അതേ കാഴ്ചകളൊക്കെ തന്നെ ഇവിടെയും കാണാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് ഒരാശ്വാസം. മുഴുവൻ മഞ്ഞ് വീണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. പ്രകൃതി തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ഈ ടൂറിൽ അതർ ദാൻ സ്വിറ്റ്സർലൻഡ് എന്നുള്ള ഒരു സിമ്മും അത് ഓസ്ട്രേലിയയിലുള്ള കസിനെടുത്തു. സ്വിറ്റ്സർലൻഡിന് മാത്രമായിട്ട് വേറൊരു സിമ്മും അത് സ്വിറ്റ്സർലൻഡിലെ കസിനെടുത്തു. അപ്പോൾ അങ്ങനെ 2 സെപ്പറേറ്റ് സിം എടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഡ്യുവൽ സിമ്മായിരുന്നു. ബാക്കി കൂടുതലാണ് 2 പേരുടെ ഐഫോൺ ആയിരുന്നുകൊണ്ട് അവർക്ക് ഒരു സിം ഇടാൻ പറ്റുള്ളൂ. അവർ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പഴയ സിം ഊരി വെച്ചിട്ട് ഈ സിമ്മാണ്, ഇവിടുത്തെ സിമ്മാണ് ഇട്ട് ഇപ്പോൾ നമ്മുടെ യാത്രയിലുടനീളം. അപ്പോൾ എനിക്കാണെങ്കിൽ പ്രൈമറി ആയിട്ടുണ്ടായിരുന്നത് ഞാൻ BSNL ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സിമ്മാറ്റി ഇൻ്റർനെറ്റ് സിമ്മാക്കി അത് പ്രൈമറി ഇട്ടു. സെക്കൻഡറി ഉണ്ടായിരുന്നത് മാറ്റിയിട്ടു. അവിടെ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ സിമ്മ് ഇട്ടു. അപ്പോൾ ഞങ്ങൾക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓസ്ട്രേലിയ കസിൻ്റെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഫ്രാൻസിൽ പോകേണ്ടിയിരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ആ സിമ്മോട് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കസിൻ അത് അവിടുന്ന് സിം എടുത്തിട്ട് കൊറിയർ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വിറ്റ്സർലൻഡിൻ്റെ കസിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ 2 സിമ്മും റെഡിലി അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ഈ യാത്രയിലുടനീളം ഞങ്ങൾക്ക് 3 പേരുടെയും പിന്നെ സിമ്മുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാസക്കാലത്ത് തന്നെ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൻ്റെ സിമ്മിന് ഏതാണ്ട് 30 ഫ്രാങ്കാണ് ആയത്. അപ്പോൾ ഇതുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അപ്പം പിന്നെ ഞങ്ങളുടെ ഈ കസിനെ സ്വിറ്റ്സർലൻഡിൻ്റെ കസിനെ വിളിക്കാം. അപ്പോൾ അതുപോലെ തന്നെ പുള്ളിക്ക് ഞങ്ങളെ വിളിക്കാം. ഇതുപോലെ തന്നെ ഞങ്ങളിത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് 5-ാമത്തെ ദിവസം ഞങ്ങൾ തന്നെയാണ് പോയത്. ഞങ്ങൾ തന്നെ പോയി ഞങ്ങൾ അവിടെ എല്ലാം പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് എത്തേണ്ട സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് സമയം ആയിട്ടും തിരിച്ചിട്ട് എത്തേണ്ട സമയമായിട്ട് വീട്ടിലെത്താതിരുന്നപ്പോഴത്തേനുമാണ് കസിൻ ഞങ്ങളെ വിളിക്കുന്നത്. ശരിക്കും ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങേണ്ടിരുന്ന സ്ഥലമായപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ റൂട്ടിൽ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലായിരുന്നു. ശരിക്കും ഞങ്ങൾ ഇറങ്ങേണ്ട ബേൺ സ്റ്റേഷൻ ആയപ്പോഴത്തേനുമാണ് സീറ്റായി. അപ്പം ഞങ്ങൾ ശരിക്കും അവിടെ വെച്ച് സീറ്റിൽ ഇരുന്നിട്ട് സുഖമായിട്ട് ഞങ്ങളിങ്ങനെ ആ യാത്രയുടെ ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് കസിൻ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് അങ്ങനെ നോക്കിയപ്പോഴത്തേനും ഞങ്ങൾ ബേൺ കഴിഞ്ഞിട്ട് വീണ്ടും 1 മണിക്കൂറോളം യാത്ര ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി തിരിച്ചുള്ള വണ്ടിക്ക് പോരുകയത്. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് യാത്രയിൽ വളരെ ഉപകാരപ്പെടും ചെയ്യും. നമ്മൾ ചില സമയത്ത് നമ്മൾ അത്രയും ഞങ്ങൾ ഈ 4 ദിവസം കഴിഞ്ഞിട്ട് കസിൻ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിയായിരുന്നു എല്ലാം അതിൻ്റെ കോർഡിനേഷനും എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അറിയത്തില്ല. നമ്മൾ യൂറോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്കിളും
സാബുവൊക്കെ ഓൾറെഡി അങ്കിള് യൂറോപ്യൻ ടൂർ നടത്തി, ഈ വേൾഡ് ടൂർ നടത്തിയിട്ടുണ്ട്. സാബു ആണെങ്കിലും പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ ഞാനേ ഉള്ളൂ ഇൻ്റർനാഷണൽ ടൂർ നടത്താത്ത ആൾ. അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും എവിടെയെങ്കിലും ഓരോരുത്തർ അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള വീഡിയോയും ഓഡിയോ ഇതൊക്കെയാണ് പകർത്തുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് മാറിപ്പോയാൽ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ളവരുമായിട്ട് നമുക്ക് ഈ സംസാരിക്കാനുള്ള ഫോണുണ്ടെങ്കിൽ സൗകര്യമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഉള്ളവരുമായിട്ട് സംസാരിക്കാം, നമ്മുടെ റിലേറ്റീവ്സുമായിട്ട്. പിന്നെ ഉള്ളൊരു പ്രശ്നം നമുക്ക് അതുപോലെ നമുക്ക് വൈഫൈ കിട്ടും, അതും വലിയൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ആകപ്പാടെ ഉള്ളൊരു പ്രശ്നം നാട്ടിലേക്ക് സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ. നാട്ടിലേക്ക് സംസാരിക്കാൻ നമ്മൾ വാട്സപ്പ് കോൾ വഴിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്കും SMS ഒക്കെ കിട്ടും. പിന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള SMS ഒക്കെ കിട്ടും. അപ്പം നമുക്ക് ഈവൻ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഒന്ന് യൂസ് ചെയ്യണമെങ്കിൽ ഇത് SMS ഉണ്ടല്ലേ പറ്റത്തുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സൗകര്യമായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില BSNLൻ്റെ ബില്ല് റെഡി ആയിട്ടുണ്ടെന്നൊക്കെയുള്ള SMS വരുമ്പോൾ നമ്മുടെ 5 രൂപ വെച്ച് പോവും. പിന്നെ ഇൻകമിങ് കിട്ടുമായിരുന്നു, കോൾ ഇൻകമിങ് ഇങ്ങോട്ട് വരുന്ന കിട്ടുമായിരുന്നു. പക്ഷേ നമുക്ക് ഔട്ട് ഗോയിങ് കോൾ അവിടുന്ന് BSNL വഴി വിളിക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് വാട്സാപ്പ് കോൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളത് അതെന്താ അതിൻ്റെ പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കിയില്ല. ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴത്തേനും നമ്മൾ മഞ്ഞ് കുറഞ്ഞു വന്നു. ഇതിൻ്റെ നമ്മൾ മുംബൈ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ മഞ്ഞുണ്ടായിരുന്നത്. ഇവിടെ ഉണ്ട്, ഉരുകി കുറേയൊക്കെ പോയിട്ടുണ്ട്, മലമുകളിലുണ്ട്. ഇപ്പം നമ്മൾ കണ്ട ആ വഴിയുടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഇടയ്ക്കൊക്കെ ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ മഞ്ഞ് പൂ കിടപ്പുണ്ട്, അതൊക്കെ ഉരുകി പോകുന്നേ ഉള്ളൂ. അതാണ് ചെറിയ തോട്, കൈത്തോടുകളായിട്ട് ഈ ഉരുകുന്നത്. അതുപോലെയുള്ള ചെറിയ കൈത്തോട് വഴി ഒഴുകി താഴോട്ട് ചെന്ന് അത് കുറച്ചുകൂടെ വലിയ തോടായി, അങ്ങനെയാണ് അരുവിയായിട്ട് ഇങ്ങനെ ഈ ഒരു കായലിലേക്ക്, ഇത് തടാകത്തിലേക്ക് ഇത് ചെല്ലുന്നത്. ഇവിടുത്തെ തടാകവും അതിൻ്റെ ഭംഗിയും ഒന്ന് എടുത്തു പറയേണ്ടതാണ്. ഇതെല്ലാം ഇത് മഞ്ഞ് ഉരുകി എല്ലായിടം പോയിക്കൊണ്ടിരിക്കുന്നു. അവശേഷിപ്പുകൾ പുല്ലിന് മുകളിൽ ഇപ്പോഴും ഉണ്ട്. ഐസുരുകി പല സ്ഥലങ്ങളിലും വെള്ളമായിട്ട് കിടക്കുന്നു. ഇവിടെ എല്ലാം വെള്ളമായി, പുല്ലിനകത്തെല്ലാം വെള്ളമാണ്. ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ പ്രോഗ്രാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതൊരു പഴയ ബോഗികളാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പാരലായിട്ടുള്ള ട്രാക്കിൽ കിടപ്പുണ്ട്. ഇനി നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒബ്രൽ പാസ് തുടങ്ങി സെൻറ്റ് മോറിസ് വരെയുള്ളതാണ്. അവിടെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള മഞ്ഞ് വീഴ്ചയും
കുറേയും കൂടെ ഈവൻ അവിടെ നമ്മുടെ ലാസ്റ്റ് ചെയ്യുന്നിറങ്ങിയ സെൻറ്റ് മോറിസിലെ തടാകത്തിലെ വെള്ളം പോലും പകുതി പോകും ഓൾമോസ്റ്റ് ഐസായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ബബ്രാൾ പാസ് ഏറ്റവും മുകളിൽ കയറി പിന്നെ താഴോട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ഭാഗം ഹാഫ് കിടക്കുന്നേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.